ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമ്മൾ എങ്ങോട്ടാണെന്ന് നമ്മൾ ഈ പോക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അല്ലേ? നമ്മൾ ആറ്റിൽ കുളിക്കാൻ പോവുകയാണ്. അത് ഞാൻ പറയുന്നില്ല കേട്ടോ, ഒരാൾക്ക് പറയണമെന്ന്. കുറച്ച് ദിവസമായിട്ട് കേട്ടോ ഇവളിങ്ങനെ വഴക്ക് തുടങ്ങിയിട്ട് പോയി കുളിക്കണമെന്ന് ആറ്റിൽ. പണ്ട് എപ്പോഴും ഇവൾ ആറ്റിൽ കൊണ്ട് കുളിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് അവൾക്ക് പേടി കാര്യങ്ങളൊന്നുമില്ല, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് അവൾക്കത് മിസ്സാവുന്നത്. പണ്ട് ഞങ്ങൾ 3 പേരൂടെ പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ പോകാത്തതുകൊണ്ട് അവളെ അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോകാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് എന്താണേലും കുഞ്ഞിനെയും കൊണ്ടൊന്ന് പോകും, അവൾക്ക് ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുകയല്ലേ. അങ്ങനെ ചേട്ടൻ അവളെ കൊണ്ട് പോയി. ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടെ പോയി. ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ ഇരുന്ന് അവർ കുളിക്കാനും ഇറങ്ങി. കുറേ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. നല്ല എന്താ പറയുക, ഒത്തിരി മൊത്തം ആൺപിള്ളേരായിരുന്നു, പെൺപിള്ളേരാരും ഇല്ലായിരുന്നു. അവൾ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഞങ്ങളിതേ കാഴ്ചയൊക്കെ കണ്ട് സൈഡിൽ തന്നെ ഉണ്ട്. അവളവിടെ എൻജോയ് ചെയ്ത് കുളിക്കുകയാണ്. നമ്മുടെ നേരെ അക്കരെ കാണുന്ന ഇത് ബെത്ലഹേം പള്ളിയാണ് കേട്ടോ. അത് കുന്നംഗിരിയാണ് സൈഡ്, കുന്നംഗിരി ബെത്ലഹേം പള്ളി. തൊട്ടക്കരെ കുന്നംഗിരി, ഇക്കരെ വെളിയനാട്. അങ്ങനെയാണ് നമ്മുടെ ഇവിടെയാണ് ഒരു ആറിൻ്റെ അക്കരെ കുന്നംഗിരി, ഇക്കരെ വെളിയനാട്. അങ്ങനെയാണ് നമ്മുടെ ഈ സ്ഥലം എന്ന് പറയുന്നത്. ഇവിടെ പാലമൊന്നും വന്നിട്ടില്ല. ഇവിടെ ഇപ്പോൾ കടത്ത് മാർഗം വഴിയാണ് അക്കരെ ഇക്കരെ ആൾക്കാർ പോണത് കേട്ടോ. തെച്ചു ചെന്നപ്പോൾ കുളി തുടങ്ങി. കൂട്ടുകാരൊക്കെ ആയി. കൂട്ടുകാരല്ല, നമ്മുടെ ചേട്ടായിമാരാട്ടോ. ചേട്ടായിമാരുമായിട്ടാണ് അവൾ കളിക്കുന്നത്. സന്ധ്യ ആയപ്പോൾ തന്നെ പിള്ളേരൊക്കെ പിരിഞ്ഞു പോയി, എല്ലാവരും വീട്ടിൽ പോയി. ഒരു 6:15-6:30 ആയപ്പോഴത്തെ സമയമാണിത്. ഇപ്പോൾ ഒരുപാട് നേരത്തെ സന്ധ്യ ആവാത്തതുകൊണ്ട് ഇരുട്ടായിട്ടില്ല. പക്ഷേ കുട്ടികളൊക്കെ കയറിപ്പോയായിരുന്നു. 3 മണിയായപ്പോൾ വന്ന് കിടക്കുന്ന പിള്ളേരാണ് അതൊക്കെ. അവരെല്ലാം പോയിട്ടും തെച്ച് കയറി വരത്തില്ല. അപ്പോൾ അവിടെ കൂട്ടത്തിൽ തേണ്ട കുഞ്ഞപ്പൻ ചേട്ടായിയും മഹിച്ചേട്ടായിയും ഉണ്ട്. അവരുമായിട്ട് അവൾ ഭയങ്കര കളിയായിരുന്നു. ഭയങ്കര കളിയായിരുന്നു. ആ കളിയെല്ലാം കഴിഞ്ഞിട്ട് ഒരു തരത്തിലാണ് അതിനെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയത്. എന്ത് ചെയ്താൽ കയറി വരത്തില്ലായിരുന്നു. നാളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തിട്ട് ഒരു തരത്തിൽ പിടിച്ചുകൊണ്ട് തിരിച്ച് പോവുകയാണ് ഗൈസ്. ടാറ്റാ. അപ്പോൾ അത്രയും